2010 ഒരു ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചു എങ്കിലും വ്യക്തിപരമായി കർത്താവിനെ അറിയാത്ത എൻ്റെ ജീവിതം. ഞാനൊരു ഫുട്ബോൾ പ്ലെയറായിരുന്നു. കേരള ടീമിന് വേണ്ടിയും SPTക്ക് വേണ്ടിയുമൊക്കെ ഫുട്ബോൾ കളിക്കുവാൻ ആ സമയത്ത് പറ്റി. പക്ഷേ 2008, 9, 10 3 വർഷം, ഈ 3 വർഷം ഈ പിശാചിനാൽ പിടിക്കപ്പെട്ടു പോയി. ആർക്കും രക്ഷിക്കാൻ പറ്റാത്ത അവൻ്റെ കരവലയത്തിൽ ഞാനായിപ്പോയി. ആ കാലങ്ങളിൽ എൻ്റെ രൂപം ഇങ്ങനല്ല. ആരോടും ഇനി കൂടുതൽ ചിരിച്ചൊക്കെ സംസാരിക്കണമെന്ന് എനിക്ക് ആഗ്രഹം. പക്ഷെ അന്ന് ആരോടും ചിരിക്കത്തില്ലായിരുന്നു. എൻ്റെ മുടിയൊക്കെ ഇങ്ങനെ നീട്ടി വളർത്തി. നമ്മുടെ പെൺകുട്ടികൾ മുടിയൊക്കെ നീട്ടി വളർത്തി ബാൻഡ് ഇടത്തില്ലേ, അതുപോലെ ബാൻഡ് ഇട്ട് നടന്നൊരു കാലം. എൻ്റെ കാതിൽ ഒന്ന് പോരാഞ്ഞിട്ട് 2 കമ്പലൊക്കെ ഉണ്ടായിരുന്നു. എന്നെ ഇങ്ങനൊരു ജീരി, മദ്യപാനം, കൊട്ടേഷൻ, ആർക്കും വേണ്ടാത്തൊരു ലൈഫിലേക്ക് ഞാൻ പോയി. എൻ്റെ വീട്ടിൽ എൻ്റെ ഫാദർ ഒരു മിലിറ്ററി ആയിരുന്നു. ഇപ്പോൾ പ്രായമുണ്ട്, 85ഓളം വയസ്സുണ്ട്. എൻ്റെ ജ്യേഷ്ഠന്മാരുണ്ട്, അവരൊന്നും മോശം കുഴപ്പമില്ല, വിദേശത്തൊക്കെയാണ്. പക്ഷേ എന്നെ പിശാച് പിടിക്കപ്പെട്ടു പോയി. ഹല്ലേലൂയ. ആർക്കും വേണ്ടാത്ത രാത്രികളിൽ വീട്ടിൽ വരത്തില്ല, ചില ദിവസം കഴിഞ്ഞേ വീട്ടിൽ വരത്തുള്ളൂ. അങ്ങനെ ആർക്കും വേണ്ടാത്തൊരു ലൈഫിലേക്ക് പോയി. എൻ്റെ ഈ കയ്യിൽ മാരകായുധങ്ങളൊക്കെ കൊണ്ട് നടന്ന ഒരു കാലം. ആരെയും കുത്തുകയും വെട്ടുകയും ചെയ്തിട്ടില്ല. എൻ്റെ കൂടെ ശക്തരായ ആൾക്കാരും കൂടെ ഉണ്ടായിരുന്നു. ഒരു കയ്യിൽ ഇവിടെ എങ്ങനെ പറയുന്നില്ല, ഈ വടിവാളെന്നൊക്കെ പറയുന്നൊരു സാധനം എപ്പോഴും ഒരു സ്വയരക്ഷ പോലെ എൻ്റെ ബാഗിൽ ഇങ്ങനെ കാണുമായിരുന്നു. ഉത്സവപ്പറമ്പുകളിലും പള്ളിപ്പറമ്പുകളിലും നൃത്തം ചെയ്ത് മദ്യപിച്ച് നടന്ന ഒരാളെ കർത്താവ് നാശകരമായ കുഴിയിൽ നിന്നും, കുഴഞ്ഞ ചേറ്റിൽ നിന്നും